അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പോയ എൻ്റെ സൗണ്ട് ഇതുവരെ പൂർണ്ണമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. എന്നിരുന്നാലും വീഡിയോ മുടക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു തിയേറ്റർ എന്ന് വെച്ചാൽ പണ്ട് ഇതിൻ്റെ പേര് ശാന്തി തിയേറ്റർ എന്നായിരുന്നു. അതിനുശേഷം ആലപ്പുഴയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള റെയ്ബാൻ ഗ്രൂപ്പ് ഈ തിയേറ്റർ ഏറ്റെടുക്കുകയും പിന്നീട് റെയ്ബാൻ ശാന്തി എന്ന പേരിൽ കുറേ കാലം പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അവരുടെ തന്നെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു തിയേറ്റർ കൈമാറുകയും സെയ്ദാൻ സൺസ് ശാന്തി അല്ലെങ്കിൽ സാസ് ശാന്തി എന്ന പേരിൽ ഈ തിയേറ്റർ കുറേ കാലം പ്രവർത്തിച്ചു. ആലപ്പുഴക്കാർക്ക് ധാരാളം നല്ല ഓർമ്മകളുള്ള ഈ ഒരു തിയേറ്റർ കോവിഡിന് മുന്നായിട്ട് അടയ്ക്കുകയും 2022 പാപ്പൻ എന്ന സിനിമ വെച്ചിട്ട് AEC സിനിമാസ് എന്ന പേരിൽ ഓപ്പൺ ആവുകയും ചെയ്തു. ഇന്ന് ആലപ്പുഴ ടൗണിലുള്ളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച തിയേറ്റർ ആയിട്ടാണ് നമ്മുടെ ഒരു AEC സിനിമാസ് അറിയപ്പെടുന്നത്. അപ്പോൾ ആലപ്പുഴ AEC സിനിമാസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ടൗണിൽ തന്നെ മുല്ലക്കൽ ക്ഷേത്രത്തിനോടൊക്കെ ചേർന്നാണ് നമ്മുടെ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. തിയേറ്ററിന്റെ ലുക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ആ ഒരു പഴയ തിയേറ്ററിന്റെ എല്ലാ ലുക്കും മാറ്റിയിട്ട് ഒരു പുതിയ ഒരു ഫ്രണ്ടേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ AEC സിനിമാസ് എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്ററിന്റെ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് അഡ്വർടൈസ്മെന്റുകളും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ്. ആക്ച്വലി ടൗണിന്റെ ഒത്ത നടുക്കിരിക്കുന്നതുകൊണ്ട് തന്നെ അല്പം മിതമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് തിയേറ്ററിനുള്ളത്. കാർ പാർക്കിംഗ് തിയേറ്ററിന്റെ വശത്ത് തന്നെ അത്യാവശ്യം കുറച്ച് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിന്റെ മുന്നിലെ മതിലിൽ AEC സിനിമാസ് ഉള്ള ഒരു ബ്രാൻഡിങ്ങും കൊടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് അത്യാവശ്യം വൃത്തിയിൽ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തിയേറ്ററിന്റെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് ബോക്സ് ഓഫീസ് വരുന്നത്. എനിക്ക് മനസ്സിലായിടത്തോളം പഴയ ശാന്തി തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ബോക്സ് ഓഫീസിന്റെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ AEC സിനിമാസിന് ആക്ച്വലി 2 സ്ക്രീനുകൾ ഉണ്ട്. സോ 2 സ്ക്രീനുകളുടെയും ടിക്കറ്റ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണറായിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ആണ്. അതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് എടുത്ത ടിക്കറ്റുകൾ ഇവിടെ വന്ന് ഈ ഒരു സ്കാനർ വഴി മാനുവൽ ടിക്കറ്റ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാഷ് പേയ്മെന്റ്, UPI പേയ്മെന്റ്, അതുപോലെ തന്നെ കാർഡ് വഴിയുള്ള പേയ്മെന്റ്, ഈ 3 പേയ്മെന്റ് മോഡ്സും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് ഒരു മോണിറ്റർ വഴി ഇവർ നൽകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഈ ഒരു തിയേറ്റർ സാസ് ശാന്തി എന്ന പേരിൽ മുന്നേ പ്രവർത്തിച്ചിരുന്നപ്പോൾ കിട്ടിയ ആ ഒരു 2020 സിനിമയുടെ മൊമെന്റോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. സോ ഈ ഒരു സാസ് ശാന്തിയാണ് ഇന്ന് ഈ കാണുന്ന AEC സിനിമാസ് ആയിട്ട് മാറിയത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോകാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വരാന്തയിലൂടെ സ്ക്രീൻ 1ലേക്കും സ്ക്രീൻ 2ലേക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ സ്ക്രീൻ 1ലേക്കുള്ള എൻട്രി പ്രധാന ലോബിയിലൂടെയും സ്ക്രീൻ 2ലേക്കുള്ള എൻട്രി ഈ ഒരു വരാന്തയുടെ ഏറ്റവും പിന്നിലെ ഡോറിലൂടെയാണ്. ആക്ച്വലി പഴയ ശാന്തി തിയേറ്ററിന്റെ സ്ക്രീൻ നിന്നിരുന്ന ഭാഗമാണ് ഇപ്പോഴത്തെ OD 2 ആയിട്ട് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വരാന്ത ഇവര് നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു ഭിത്തിയിലൊക്കെ കുറേയധികം ക്യാരക്ടേഴ്സ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ പ്രധാന ലോബിയിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളിലേക്ക് കാണാം. ഇപ്പൊ നമ്മൾ AEC സിനിമാസിന്റെ ലോബിയിലാണ് നിൽക്കുന്നത്. ആക്ച്വലി പഴയ ശാന്തി തിയേറ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് സാസ് ശാന്തി തിയേറ്റർ ആയിരുന്ന ആ ഒരു ടൈം വരെ ഏകദേശം ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ പഴയ ഫസ്റ്റ് ക്ലാസ്. അന്നിതൊരു എന്താ പറയുക പഴയ മോഡലിലുള്ള തിയേറ്റർ ആയിരുന്നു. സോ ഫസ്റ്റ് ക്ലാസ് ഇവിടം വരെയും ഇതിന് മുകളിൽ ബാൽക്കണി ആയിരുന്നു. ആ ഒരു ബാൽക്കണിയുടെ ആ ഒരു തട്ട് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു AEC സിനിമാസിന് ബാൽക്കണി ഇല്ല. പകരം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 2 സ്ക്രീനുകളാണുള്ളത്. സോ ലോബിയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും വരികയാണെങ്കിൽ അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ ഒരു ഡീസൻ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ലോബിയാണ്. നമുക്കിവിടെ കഫ്റ്റീരിയ 2 ഏരിയയിലായിട്ട് കാണാം കേട്ടോ. ഒന്ന് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു കോഫി എന്നുള്ള, അതായത് എനിക്കൊരു ഹോട്ട് ബിവറേജസ് മാത്രമായിരിക്കും അവിടെ നിന്ന് ഉണ്ടാവുക. പിന്നെയുള്ളത് നമുക്ക് ഈ കാണുന്ന മെയിൻ കഫ്റ്റീരിയ ആണ്. ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക മൾട്ടിപ്ലക്സ് മോഡലിൽ തന്നെ സ്നാക്സ്, അതുപോലെ തന്നെ പോപ്കോൺ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിസ്മസ് പ്രമാണിച്ചിട്ട് പ്ലം കേക്കും വൈനും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ലോബിയിൽ നിന്ന് നമുക്ക് നേരെ സ്ക്രീൻ 1ലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്രീൻ 2ലേക്കുള്ള എൻട്രി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെയാണ്. വൃത്തിയുള്ള ലേഡീസ് ആൻഡ് ജെൻസ് വാഷ്റൂമും ഈ ഒരു ലോബിയുടെ സമീപത്തായിട്ട് തന്നെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ മെയിൻ സ്ക്രീൻ ആയിട്ടുള്ള സ്ക്രീൻ 1ൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. അപ്പോൾ AEC സിനിമാസിൻ്റെ OD 1ൻ്റെ ഈ ഒരു എൻട്രൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള എൻട്രൻസ് നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ രീതിയിലുള്ള എൻട്രൻസുകളെല്ലാം വരുന്നത് ഹാളിൻ്റെ മിഡിൽ പോർഷനിലായിരിക്കും. അതായത് ഈ ഒരു എൻട്രൻസിൻ്റെ ഈ ഒരു ഭാഗത്തിന് മുന്നിലേക്ക് സാധാരണയായിട്ട് സീറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഒരു തിയേറ്ററിൽ നമുക്ക് ഏറ്റവും മുന്നിലേക്കാണ് നമ്മൾ നേരെ കയറി വരുന്നത് തന്നെ. അതിനുശേഷം നടുവിലൂടെ വഴിയില്ല, പകരം 2 സൈഡിലൂടെയുള്ള പാസേജുകളിലൂടെ നമ്മുടെ സീറ്റുകളിലേക്ക് ഇരിക്കാൻ സാധിക്കും. സോ ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
അങ്ങനെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഒന്നും അല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഒരു ക്ലാസ് ടച്ചിൽ തന്നെയാണ് ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലാണ് ആകെ മൊത്തമുള്ള ഒരു ഇൻറ്റീരിയർ ടോണ്. അതിൽ തന്നെ യെല്ലോ കളറിൽ ഒരു പ്രത്യേക ഡിസൈന്, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എ പോലെയോ അല്ലെങ്കിൽ എച്ച് പോലെയൊക്കെ തോന്നുന്ന ഒരു ഡിസൈനിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അത് ഹാളിൻ്റെ മിഡിലിൽ നിന്ന് മുന്നോട്ടേക്കുള്ള ഭാഗത്താണ് കേട്ടോ സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഒരു വാം കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 1000 സീറ്റോളം ഉണ്ടായിരുന്ന പഴയ ശാന്തി തിയേറ്ററിൻ്റെ ആ ഒരു ബാൽക്കണി നിന്ന ഭാഗവും അതുപോലെ തന്നെ പഴയ ഫസ്റ്റ് ക്ലാസിൻ്റെ കുറച്ച് ഭാഗവും ഇവിടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു AEC സിനിമാസിൻ്റെ OD1 ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം 16 നിര സീറ്റുകളുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിലെ മുന്നിലത്തെ 5 നിരയിലുള്ള 95 സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. അതായത് ഇവിടെ വരെ ഈ ഒരു സീറ്റ് തൊട്ട് പിന്നോട്ടേക്കുള്ള 9 നിര സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 180 രൂപയാണ്. അപ്പോൾ ഇനി സീറ്റുകളുടെ കംഫർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2022 ടൈമിലെ അന്നത്തെ ഏറ്റവും നല്ല മോഡലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. ഈ സെയിം മോഡൽ സീറ്റുകളാണ് കേട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത ആ ഒരു മാർസ് തിയേറ്ററിൻ്റെ സ്ക്രീൻ 1, 2, 3 ഈ 3 സ്ക്രീനുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് തന്നെ ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ ശാന്തി സിനിമാസിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു AEC സിനിമാസിലേക്ക് വന്നപ്പം ശരിക്കും പുതിയ മാനേജ്മെൻറ്റ് വേണമെങ്കിൽ ഈ ഒരു തിയേറ്ററിനെ 3 സ്ക്രീൻ ആക്കായിരുന്നു. അങ്ങനെ ആക്കിയെന്നുണ്ടെങ്കിൽ 3 ചെറിയ സ്ക്രീനുകളായി പോയനെ. പക്ഷേ ഈ ഒരു രീതിയിൽ ഇവർ മോഡിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് 2 ഓഡിറ്റോറിയം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു OD1 അത്യാവശ്യം നല്ല വീതിയും നീളവും മൊത്തൊരു ഹാളാണ് കേട്ടോ. ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും പിന്നിൽ ഇതാ നമുക്ക് ഈ ഒരു ഓവർഹെഡ് സ്പീക്കറിൽ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വരെ പറ്റുന്നുണ്ട്. അത്രയും ടോപ്പിലേക്കാണ് ഈ ഒരു സ്റ്റേഡിയം സീറ്റിംഗ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പഴയ ശാന്തി തിയേറ്ററിൻ്റെ ആ ഒരു ബാൽക്കണി അല്പം ഹൈറ്റ് കുറഞ്ഞൊരു ബാൽക്കണി ആയിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് അറിയില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെ മൊത്തം 321 സീറ്റുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും പിന്നിലുള്ള 31 സീറ്റുകൾ ഈ കാണുന്ന തരത്തിലുള്ള പ്ലാറ്റിനം ക്ലാസ്സിലുള്ള സോഫ സീറ്റുകളാണ്. ഈ സീറ്റുകളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 250 രൂപയാണ്. സോ 150, 180, 250 എന്നിങ്ങനെ 3 ക്ലാസ്സുകളിലായിട്ട് ഈ ഒരു OD1 സീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏകദേശം 38-40 അടിയോളം വീതിയും അതുപോലെ തന്നെ ഒരു 15 അടിയോളം ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനിനെയും സീറ്റിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കമ്പി കൊണ്ടുള്ളൊരു മതിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതല്ലാതെ മറ്റ് സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് നമുക്കൊരു 8 സബ്വൂഫറുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സബ്വൂഫറൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഹാളിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 സബ്വൂഫറുകളുണ്ട്. അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ ഒരു നെറ്റിട്ട് ഒരു എന്താ പറയുക ഒരു പ്രത്യേക സ്പേസ് അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടാണ് ആ ഒരു സബ്വൂഫർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ സബ്വൂഫർ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, അടുത്തുപോയി കാണാൻ പറ്റും. അങ്ങനെ ആകെ മൊത്തം 10 സബ്വൂഫറുകളുള്ള ഈ ഒരു ഹാളിലെ സൗണ്ട് എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ്. കംപ്ലീറ്റ് പൾസിൻ്റെ സ്പീക്കറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഓവർഹെഡ് സ്പീക്കേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രൊജക്ഷൻ വരുന്നത് ബാർക്കോയുടെ 4K പ്രൊജക്ഷനാണ് കേട്ടോ, ലാമ്പ് മോഡൽ പ്രൊജക്ടറാണ്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷനും സൗണ്ട് സിസ്റ്റവും തന്നെയാണ് ഈ ഒരു AEC സിനിമാസിൻ്റെ OD1 നിന്ന് നമുക്ക് ലഭിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് സ്ക്രീൻ 2 പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ AEC സിനിമാസിൻ്റെ OD2 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അധികം ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ, കാരണം അത്രയധികം പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഓഡിറ്റോറിയം. എന്നിരുന്നാലും എനിക്കിവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേഡിയം സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അടിക്ക് മുകളിൽ ഹൈറ്റിലായിരിക്കും ഓരോ സീറ്റുകളുടെ ആ ഒരു ലെയർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്ന ആളുടെ ഒരു ചെസ്റ്റിൻ്റെ ലെവലിലാണ് വരുന്നത്. സോ തല മറിയുന്ന ഒരു ഇഷ്യൂ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 8 അടി അല്ലെങ്കിൽ 10 അടിയോളം ഹൈറ്റിൽ റെഡ് കളറും അതിലൊരു റെഡ് കളറുള്ള സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഒരു ഡാർക്ക് ഗ്രേ കളറും അതിലൊരു റെഡ് കളറുള്ള ഒരു പ്രത്യേക ഡിസൈനിലുള്ള സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ടുള്ള വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. സോ OD1 ഇൻറ്റീരിയറിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ തീമാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന ആ ഒരു മോഡലിലുള്ള പുഷ് ബാക്ക് സീറ്റ്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
എടുത്തു പറയേണ്ട ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഹൈറ്റിലുള്ള ഡിഫറൻസ് തന്നെയാണ് കേട്ടോ. 113 സീറ്റുകളുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിൽ 98 സീറ്റുകൾ ഈ കാണുന്ന മോഡൽ പുഷ് ബാക്ക് സീറ്റുകളാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. പിന്നിലെ ഒരു നിരയിൽ നമ്മുടെ ബ്ലൂ കളറിലുള്ള ഇതിനേക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. ഇനി ഒരു ഹാളിൻ്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30 അടി വീതിയും 10 അടി ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. NECയുടെ 2K പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. പൾസിൻ്റെ സ്പീക്കറുകളാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമുക്ക് 2 സബ് വൂഫറുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു AC സിനിമാസിലെ 2 ഓഡിറ്റോറിയത്തിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇതിൽ ഏത് ഓഡിറ്റോറിയമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. പേര് ശരത് എന്നാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ ശാന്തി എന്നായിരുന്ന തിയേറ്ററിന്റെ നാമോദയം. അതിനുശേഷം ശാശാന്തിയിലോട്ട് വരികയും അതിനുശേഷം സിനിമാസ് കാറ്റഗറിയിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അതിൽ ടൗൺ ലൊക്കാലിറ്റിയിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനിലോട്ട് നിൽക്കുന്ന ഒരു തിയേറ്റർ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒറ്റ സ്ക്രീനിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 സ്ക്രീനിലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന ഉപഭോക്താക്കൾക്കാണേലും സ്നാക്സിനാണെങ്കിലും ടീക്കാണേലും അത്യാവശ്യം പിക്ചർ ആണെങ്കിൽ പോലും 4K കാറ്റഗറിയിലാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന കൂട്ടത്തിൽ നല്ലൊരു രീതിയിലോട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു തിയേറ്റർ കൂടിയാണ് സിനിമാസ്. ആദ്യ കാലഘട്ടത്തിൽ ശാശാന്തി കാറ്റഗറിയിലായിരുന്ന സമയത്ത് ടിക്കറ്റ് നിരക്ക് പൊതുവെ കുറവായിരുന്നു. അപ്പം സീറ്റിന്റെ വാല്യുവേഷൻസ് കൂടുതലുമായിരുന്നു. ഇപ്പോൾ 2 തിയേറ്ററിലോട്ടുള്ള കാറ്റഗറി ആയതിനു ശേഷം ടിക്കറ്റ് ചാർജ് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ കുടുംബപരമായിട്ടാണേലും നമുക്ക് എല്ലാവരുമായിട്ട് വന്ന് കാണാനായിട്ടുള്ള സൗകര്യവും സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ആണേലും അതായത് ആലപ്പുഴ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ഒരു തിയേറ്ററാണ് സിനിമാസ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും പുതുതായിട്ട് തിയേറ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ തിയേറ്ററുകൾ തുടങ്ങാത്ത ഒരു നഗരമാണ് നമ്മുടെ ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴക്കാർക്ക് ഏറെ പുതുമയുള്ള ഒരു മൾട്ടിപ്ലക്സ് അനുഭവം പഴയ ശാന്തി തിയേറ്ററിനെ നവീകരിച്ച് ഈ ഒരു നാടിന് നൽകിയതാണ് AC സിനിമാസിലൂടെ. അപ്പോൾ AC സിനിമാസിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളെല്ലാവരും കണ്ടത്. അപ്പോൾ ആലപ്പുഴക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട AC സിനിമാസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.